അങ്ങനെ ശ്രീ വിജയ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 2 വർഷം മുമ്പ് ഫോം ചെയ്ത അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയെ മാറിയിരിക്കുകയാണ്. 234 മെമ്പേഴ്സുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അസംബ്ലിയിൽ 107 സീറ്റാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയെ TVK ജയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്വാഭാവികമായി എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു സംശയമാണ്, അപ്പം ഇനി അടുത്ത മുഖ്യമന്ത്രി വിജയ് ആയിരിക്കില്ലേ? കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്. എന്നാൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, 234 മെമ്പേഴ്സ് ഉള്ള സ്റ്റേറ്റ് അസംബ്ലിയുടെ പകുതി എന്ന് പറയുമ്പോൾ 117. അപ്പോൾ 117 പ്ലസ് അറ്റ്ലീസ്റ്റ് 1, അതായത് 118 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മെജോറിറ്റി ആയിട്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിജയ്ക്ക് 107 നിന്ന് 118 എത്തണം. അതിനുവേണ്ടി ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ ചെറിയ ഏതെങ്കിലും ഘടകകക്ഷികളുടെ സപ്പോർട്ട് നേടാൻ പറ്റും, അല്ലെങ്കിൽ വേറെ പാർട്ടികളിൽ ജയിച്ച MLA ഇങ്ങോട്ട് ചാടിക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു വഴി ത്രൂ അദ്ദേഹത്തിന് 118 എന്നുള്ള മാജിക് നമ്പറിൽ എത്തിയാൽ മാത്രമേ CM ആവാൻ പറ്റുള്ളൂ. ഇൻ കേസ് 118 മെമ്പേഴ്സ് എത്താൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ അവിടെ ഒരു റീ ഇലക്ഷന് വരെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ വിജയ് ഫാനായ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ അണ്ണൻ ഈ വർഷം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.